ഹായ് ഹലോ. ദേ ഇപ്പോൾ ഈ കാണുന്ന ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ. ഇത് ലീഡർ എന്ന പ്രൊഫൈലിൽ വന്ന ഒരു ഇതാണ് നമ്മുടെ അഭിമന്യുവിൻ്റെ ഒരു ചിത്രം സ്ഥാപിച്ചതിന് വെച്ചിരിക്കുന്നതാണ്. ഒരു എസ് എഫ് ഐയുടെ സമ്മേളനത്തിനിടയ്ക്ക് അഭിമന്യുവിൻ്റെ ചിത്രം വെച്ചിരിക്കുന്നതാണ് വേദിയിൽ. അതിന് ക്യാപ്ഷനായിട്ട് സി പി എമ്മുകാർ തന്നെ, അതായത് എസ് എഫ് ഐക്കാർ തന്നെ കൊന്ന അഭിമന്യുവിൻ്റെ ചിത്രമല്ലേ അത് എന്നാണ് ആ പ്രൊഫൈലിൽ വന്ന ചോദ്യം. അത് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ആയിരിക്കില്ല. അത് ഉറപ്പായിട്ടും PFI എന്ന ഭീകര സംഘടന നിരോധിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിലേക്കും ലീഗിലേക്കും അതേപോലെ തന്നെ CPM-ലേക്കും ധാരാളം പ്രവർത്തകർ PFIയുടെ ആളുകൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി കൂടിയ ഏതെങ്കിലും ഒരു PFI-കാരനാവാനേ ചാൻസ് ഉള്ളൂ. അദ്ദേഹത്തിന് SFI ആണ് ആ കൊലപാതകം നടത്തിയത് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ആ കേസിലെ പ്രതികളുടെ ഡീറ്റെയിൽസ് മാത്രം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം. അഭിമന്യുവിന്റെ മരണം നടക്കുന്നത് ജൂലൈ 20, 2018 ഇതിൽ പ്രതികളായിട്ട് പിടിക്കപ്പെട്ടത് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 16 അംഗ പ്രവർത്തകരാണ്. അതിൽ ആരിഫ് ബിൻ സലീം ക്യാമ്പസ് ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റാണ്. JK മുഹമ്മദ് അത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ കോളേജ് യൂണിറ്റ് പ്രസിഡന്റാണ്. അതായത് മഹാരാജാസ് കോളേജിന്റെ യൂണിറ്റ് പ്രസിഡന്റാണ്. പിന്നെ മുഹമ്മദ് റിഫ, ജെഫ്രി, ഫസലുദ്ദീൻ, അനസ്, രാജീബ്, അബ്ദുൾ റാഷിദ്, ആദിൽ ബിൻ സലീം, ബിലാൽ, റിയാസ് ഹുസൈൻ, സാനിഷ്, ഷാറുഖ് അമേനി, അബ്ദുൽ നാസർ, ഇത്രയും പേരാണ് പ്രതികൾ. ഇവരെ കോടതി ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടിയതൊക്കെയാണ് നമ്മൾ കണ്ടതുമാണ്. എന്നിട്ടും അത് SFIയുടെ തലയിലോട്ട് ചാരി വെച്ച് PFIയെ ഗ്ലോറിഫൈ ചെയ്യാൻ പോകുന്ന ഇയാൾ ഒരിക്കലും എൻ്റെ അനുമാനത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസിൻ്റെ എല്ലാ പാർട്ടികൾക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇത് കൊലപാതകം നടത്തിയത് PFI എന്ന ഭീകര സംഘടനയുടെ യുവജന വിഭാഗം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ശാഖ എന്ന് പറയാവുന്ന ഒരു സംവിധാനത്തിൽപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന കുട്ടി ഭീകര സംഘടന തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. എന്നിട്ടും അത് SFIയുടെ തലയിലേക്ക് പഴിചാരിക്കൊണ്ട് PFIയെയും ക്യാമ്പസ് ഫ്രണ്ടിനെയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകൾ ഇപ്പോൾ കോൺഗ്രസിലുമുണ്ട്, CPM-ലുമുണ്ട്, അതേപോലെ തന്നെ ലീഗിലുമുണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കളോടാണ്. PFIയിൽ നിന്ന് നിങ്ങളുടെ സംഘടനകളിലേക്ക് കയറി വന്ന ആളുകളെ ശ്രദ്ധിക്കുക. കാരണം 950 പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് അവർ തയ്യാറാക്കി വെച്ചിരുന്നത് കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്. ഈ 950 പേരെയും ഇവർ ഈ CPM-ൻ്റെ ബാനറിലോ കോൺഗ്രസിൻ്റെ ബാനറിലോ ലീഗിൻ്റെ ബാനറിലോ കൊലപ്പെടുത്തുവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അത് കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അത് PFIയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവില്ല, പകരം നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനകളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പേരിൽ, അതായത് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു ശ്രീ K കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ തുടങ്ങിയ ഒരു ട്വിറ്റർ ഹാൻഡിലിൽ നിന്നാണ് ഇപ്പോൾ ഈ കൊലപാതകം, അഭിമന്യുവിൻ്റെ കൊലപാതകം SFIയുടെ തലയിലേക്ക് ചാരിക്കൊണ്ട് PFIയെ വെളുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇത്തരത്തിൽ PFIയുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ട ആളുകളുടെ കൊലപാതകങ്ങളിലെ പ്രതികൾ എല്ലാം കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെയൊക്കെ പേരിലേക്ക് മാറുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് കഴിവതും ശ്രദ്ധിക്കുക.